നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 5 വ്യത്യസ്ത രുചികളിലുള്ള സമ്മർ ഡ്രിങ്ക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജ്യൂസുകളിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കസ്കസ് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം 200 ഗ്രാം അളവിൽ തണ്ണിമത്തൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 2 പുതിനയിലയും ഒരു പകുതി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് ഞാൻ നേരിട്ട് തന്നെ ഇതുപോലെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് അരിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുക്കുംബർ കൊണ്ടുള്ള ഒരു ഹെൽത്തി റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറിൻ്റെ പകുതി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും 1-2 നാരങ്ങ പീസുകളും കൂടി ചേർക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്കസിൽ നിന്നും 2-3 സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കുക്കുംബർ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാം. പഞ്ചസാര ഒഴിവാക്കി വളരെ ഹെൽത്തി ആയിട്ടും ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ കഷ്ണം തണ്ണിമത്തൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഡ്രിങ്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസ് എടുത്ത ശേഷം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ പീസുകൾ ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും 2-3 പുതിനയിലയും കുറച്ച് കസ്കസും കൂടി ഇതിലേക്ക് ചേർക്കാം. തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് സോഡയാണ് ചേർക്കുന്നത്. സോഡ ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സോഡ ചേർക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങും ആയിട്ടുള്ള വാട്ടർ മെലൺ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ തണുപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു സ്പെഷ്യൽ ലൈം ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ കുറച്ചധികം പുതിനയില ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 ഏലക്കായയും 1 പകുതി നാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഇതുപോലെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിതിലേക്ക് തണുത്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് കസ്കസ് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിന്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന നന്നാരി സർബത്ത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് 1/4 കപ്പ് അളവിൽ നന്നാരി ജ്യൂസ് ചേർക്കാം. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും 1 നുള്ളു ഉപ്പും 2-3 സ്പൂൺ കുതിർത്ത കസ്കസും കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് സോഡ ചേർത്തിട്ട് സോഡ സർബത്തായിട്ടാണ് തയ്യാറാക്കുന്നത്. സോഡ വേണമെന്നില്ല, സാധാ വെള്ളം ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് നമ്മുടെ നന്നാരി സർബത്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമ്മർ ഡ്രിങ്ക് റെസിപ്സ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വേനൽക്കാലത്ത് ഈ സമ്മർ ഡ്രിങ്ക്സ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവും. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്